സാറേ, രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ BJPയുടെ പ്രസിഡന്റായി ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും? അവർ വളരെ കുറച്ചു കാലങ്ങളായി തന്നെ ഈ പദവി പ്രതീക്ഷിക്കുന്ന ഒരു വനിത കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അതിന് കഴിവും പ്രാപ്തിയുള്ള ഒരു വനിത തന്നെയാണ്. നോക്കൂ, അവരുടെ ഒരു പത്രസമ്മേളനത്തിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുവാൻ ഒരു മഹീന്ദ്രജാലക്കാരനെ പോലെ കാര്യയെപ്പോലെ ഇത് ഉപയോഗിക്കാൻ കഴിവുള്ള അപൂർവം ചില സ്ത്രീകൾ മാത്രമേ നമുക്കുള്ളൂ. ഇങ്ങനെ ചുമ്മാ നേതാവാകാൻ വേണ്ടി ഒന്ന് ക്യാമറയിൽ വന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി നേതാക്കളാണ് നമുക്ക് കൂടുതലും. ഇത് അവർക്ക് അങ്ങനെ ആഗ്രഹമില്ലെന്നുള്ളതല്ല, പബ്ലിസിറ്റിക്ക് അവർക്കും ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ട്, അധികാരത്തിനും താല്പര്യമുണ്ട്. പക്ഷേ ഇവർ വളരെ സുന്ദരമായിട്ട് ആ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഒരു മായാജാലം തന്നെ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു കഴിവ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അവരുടെ ആ വാഗ്ധോരണി തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് വോട്ടുകൾ നേടിക്കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുമ്പോൾ ലോജിക്ക് ഒരിക്കലും തെറ്റാറില്ല. അൺപാർലമെൻ്ററി ആയിട്ട് ഒരിക്കലും സംസാരിക്കാറുമില്ല. ഒരു നല്ല വീട്ടമ്മയുടെ അപക്വതയോടുകൂടി തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് സത്യമാണ്, വളരെ വലിയൊരു സത്യമാണ്. അതിനപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, അവരേത് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ടോ അതിനു മുമ്പ് ഏത് BJPക്കാരൻ അവിടെ മത്സരിച്ചിരുന്നാലും ശരി, അതിനേക്കാൾ വോട്ടിൻ്റെ ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആലപ്പുഴയിൽ ആഞ്ഞൊന്ന് പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് ജയിക്കാൻ വരെ സാധിക്കുമായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടുമൊക്കെ ആയിരിക്കാം അത്. എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെ അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, അവരെ ഇവിടെ കേരളത്തിൻ്റെ നേതൃത്വം അങ്ങ് തഴഞ്ഞ്, അവരുടെ കാലം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് തഴഞ്ഞ കാലം പ്രധാനമന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തെ ഒന്ന് ഞെട്ടിപ്പിച്ചു അവർ. അപ്പോൾ പ്രധാനമന്ത്രി ഇത്രയും അംഗീകരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവരുടെ പ്രതാപകാലം അല്ലാത്ത കാലത്ത് അവർക്ക് ഒന്നും വിലസാൻ പറ്റിയിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ കഴിവുകളുള്ള, അങ്ങനെ തീരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു നേതാവാണ്. വളരെ വർഷം മുമ്പ് തന്നെ, ഒരു 6-7 വർഷം മുമ്പ് തന്നെ BJPയുടെ ഒരു നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞതാണ്, ശോഭാ സുരേന്ദ്രൻ ആ കാലമൊക്കെ കഴിഞ്ഞു പോയെന്ന്. തിരുവനന്തപുരത്തുള്ള ആളാണ്, തെറ്റിദ്ധാരണകൾ ഉണ്ടാവണ്ട. ആ പറഞ്ഞ ഒരു വാക്കാണ്, അവിടെയൊക്കെ കാലം കഴിഞ്ഞു പോയെന്ന് എന്ന് പറഞ്ഞതാണ്. ഇന്ന് ഈ പറഞ്ഞ ആളിപ്പോൾ കാലം കഴിഞ്ഞു പോയി, എക്സ്പയറി കഴിഞ്ഞിട്ട് അജ്ഞാതവാസത്തിലാണ്. അവരിപ്പോഴും ശോഭ ഇപ്പോഴും തിളങ്ങുന്നുണ്ട്, ഒരു അംഗത്തിനുള്ള ബാല്യം എപ്പോഴുമായിട്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അവർ സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഇന്ന് വിവാദങ്ങളിൽ വിവാദങ്ങളല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രോഡ് മൈൻഡഡ് അല്ല, തീരെ നാരോ മൈൻഡഡാണ്. അപ്പം ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈസി ആയിട്ടൊരു കാര്യം പറയാം. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. എന്താണ് തൻ്റെ നിലപാട്? അശ്രദ്ധയോടുകൂടി അവതരിപ്പിച്ചതാണ് ആറ്റുകാൽ കുംഭമേളയെക്കുറിച്ചുള്ള അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ കവർ സ്റ്റോറി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നടപടിയെടുത്തോ? ഒരു നടപടിയെടുത്തില്ല. നമുക്ക് തിരുവനന്തപുരത്തുകാർക്കൊക്കെ ദേഷ്യം വന്നു. ഒരുപക്ഷെ അദ്ദേഹം നടപടിയെടുക്കാതെ തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ സുന്ദരമായിട്ട് അദ്ദേഹം അത് പറയുകയും ചെയ്തു. എന്നാൽ നടപടിയെടുത്തോ? അതുമില്ല. ഏഷ്യാനെറ്റിൻ്റെ വ്യൂവർഷിപ്പ് കൂടിയെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് അദ്ദേഹം ഒഴിവാക്കി, മനസ്സിലായോ? പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോകും അങ്ങനെയല്ല. ഉണ്ണിയാർച്ചയെ പോലെ രംഗത്ത് ഉറുമിയെടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തല കൊയ്തേ അടങ്ങും, തല കൊയ്യാൻ അടങ്ങും. അപ്പോൾ പിന്നെ എന്തായിത്തരും? BJPയുടെ വളർച്ചയല്ല, ശത്രുവിൻ്റെ തലകൊയ്യലായിരിക്കും അവിടെ വിഷയമായിട്ടും ഫോക്കസായിട്ടും വരുന്നത്. മനസ്സിലായോ? ഫോക്കസ് അവിടെയാവും. അപ്പോൾ പാർട്ടിയിൽ ഫോക്കസ് വേണ്ടതാണ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ടെന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചവർ പോലും പിന്നെ വോട്ട് ചെയ്യാനാണ്. മനസ്സിലായി? കോൺഗ്രസ്സിന് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന അതാണ്. അത് പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CPM. കോൺഗ്രസ്സിന് സംഭവിക്കാൻ പോകുന്ന അതാണ്, അത് തന്നെയാണ്. കാരണം ഒന്നിൽ കൂടുതൽ നേതാക്കളുള്ളപ്പോൾ ഒരു കാട്ടിൽ ഒന്നിൽ കൂടുതൽ സിംഹങ്ങളുള്ളതുപോലെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കൊമ്പനാനകൾ, ഞാൻ പിടിയാനകളുടെ ഒരു ഗ്രൂപ്പായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് സഞ്ചരിക്കും. പക്ഷേ ഇതിൻ്റെ നേതൃത്വം വഹിക്കാനുള്ള കൊമ്പനാനകൾ 2 ആയാൽ കൊമ്പ് കൂർക്കും വരും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിട്ട് കൊമ്പൊന്നുമില്ല, പക്ഷേ ഉറുമിയെടുക്കും. അവർ അങ്കത്തട്ടിലേക്ക് പോകുന്ന ഒരു ഉണ്ണിയാർച്ചയായിട്ട്. പലപ്പോഴും അവരുടെ നാക്ക് അവർക്കൊരു പൊല്ലാപ്പായിട്ടുണ്ടല്ലോ. നാക്കല്ല, വികാരജീവിയ. നാക്കിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് വികാരമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പരസ്യമായിട്ടിരുന്ന് കരയുക. ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പക്വത ഇല്ല അവിടെ.
ഒരു വീട്ടമ്മയുടെ പക്വതയുണ്ട്. വീട്ടമ്മയ്ക്ക് കരച്ചിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടമ്മ വിഷയം വരപ്പോൾ കരയും, നാച്ചുറലാണ്. പക്ഷേ ഒരു നേതാവിന് അത് പോരാ. അതാണ് ഈ വീട്ടപ്പ എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചാൽ നേരത്തെ. പക്ഷെ നേതാവിന് ആ പോരാ. എന്ത് വന്നാലും ശരി, ചിലതൊക്കെ നമ്മൾ അവഗണിക്കണം, ചിലതിന് നേരെ കണ്ണടയ്ക്കണം, ചിലത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയും വേണം. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിവേചന ബുദ്ധി ഉണ്ടായിരിക്കണം നേതാവിന്. അതാണ് നേതാവിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ഇല്ലാത്ത കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടി പിന്നെ പൊല്ലാപ്പായിട്ട് പിന്നെ അവിടെ നിന്ന് ഉരുണ്ട് കയറാൻ വലിയ പ്രയാസമായിട്ട് തീരും. അതിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ലീഡർഷിപ്പിലൊക്കെ ഇരുന്നിട്ടുള്ളവരാണ്, നമുക്കും അറിയാതെ. നമ്മൾ ആവശ്യമില്ലാതെ വികാരപ്രകടനം അവിടെ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വികാരപ്രകടനം കഴിയുമ്പോൾ അന്നേരം സാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഊരാൻ വലിയ അതിനുണ്ടാക്കുന്ന ആ റിയാക്ഷൻസ്, ഇമ്പാക്റ്റുകൾ ഭയങ്കരമായിരിക്കും. അത് പിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നേതൃഗുണത്തിന് അങ്ങനെയുള്ള കോൺട്രവേഴ്സികളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ അങ്ങനെ മെയ് വഴക്കത്തോടു കൂടി പോകുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ ഇവരെ ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട് മറുവശത്ത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ആരെയും ഒഴിവാക്കാൻ പാടില്ല. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുഴപ്പം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അവരെ ഒഴിവാക്കിയോ? വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, ഒഴിവാക്കിയില്ല. ഒഴിവാക്കാതെ മുന്നോട്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ആ സ്ത്രീയെ ഒഴിവാക്കുമ്പോൾ അതിനകത്ത് പലരും യൂണിയനൊന്നും ഉണ്ടാവില്ല. അല്ല, അതിൻ്റെ തുടക്കം സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ BJP യിൽ ഏറ്റവും അധികം ആ പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു പരിധി നോക്കിയാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അർഹിക്കുന്നതും ഒരു വനിതാ പ്രസിഡന്റ് വരുന്നത്. അവരുടെ ഈ വനിതാ സംവരണ ബില്ലൊക്കെ ഇപ്പോൾ പെൻഡിങ്ങിലിരിക്കുകയാണ്. അവിടെ അടുത്ത സെൻസസോടുകൂടി അത് വരും, ഭരണത്തൊന്ന് പുറത്തെടുക്കും. അപ്പോൾ അങ്ങനെ സന്ദർഭത്തിൽ സ്ത്രീകളെ പരമാവധി അവരുടെ ഇപ്പോൾ രാഷ്ട്രപതി തന്നെ ഒരു വനിതയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. പാർലമെൻറ്റിലും BJP-യുടെ പാർലമെന്ററി പാർട്ടിയിൽ കേരളത്തിൽ ഒരു പാർട്ടിയുടെ തലപ്പത്തും സ്ത്രീകൾ വന്നിട്ടില്ല, ഇങ്ങനെ വന്നിട്ടില്ല. അവർ വരാൻ ഇപ്പോൾ യോഗ്യയായിട്ടൊരു സ്ത്രീ തന്നെ ആത്മാർത്ഥതയുള്ളൊരു നേതാവാണ്. ആത്മാർത്ഥത വളരെ ഉള്ളൊരു നേതാവുമാണ്. അവർ വികാരജീവിയ എന്നുള്ളത് നെഗറ്റീവ് പോയിൻ്റാണ്, നെഗറ്റീവ് സൈഡിലുള്ളൊരു കാര്യമാണ്. വിവാദം നോക്കൂ, നമ്മുടെ ഇപ്പോൾ BJP പ്രസിഡന്റുമാരായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ആൾക്കാരിലൊന്നും ഒരു വികാരജീവിയില്ല. കിഷൻ റെഡ്ഡി ആവട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ ആവട്ടെ, മനോഹർ ലാൽ ഖട്ടർ ആയിക്കോട്ടെ, ഇവരൊന്നും വികാരജീവികളല്ല. എന്ത് പ്രതിസന്ധികൾ വന്നപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു കോൺട്രവേഴ്സിയിലേക്കും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് പോലും എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹം വികാരപ്രകടനം നടത്തിയോ? അപ്പോൾ അങ്ങനെയുള്ള ആൾ കിഷൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തൊരു വ്യക്തി. പ്രത്യേകിച്ച് തെലങ്കാന പോലെ ഒരു പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ അമിത്ഷാ പോലും, നേരത്തെ BJP-യുടെ പ്രസിഡന്റായിരുന്ന അമിത്ഷാ നോക്കൂ, ജയിലിൽ പിടിച്ചിട്ടു കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിനെ ക്രൂരമായിട്ട് ജയിലിൽ പിടിച്ചിട്ടു ഒതുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും വികാരപ്രകടനം അദ്ദേഹം നടത്തി, എന്തെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി എന്നെ അഭീതമായിട്ട് ജയിലിലിട്ടു എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ആഴ്ചയ്ക്ക് 40 വട്ടം കോടതി ശിക്ഷിച്ചപ്പോൾ നടത്തിയ പത്രസമ്മേളനം പോലെ എന്തെങ്കിലും നടത്തി സഹിച്ചു. ഇത് നമ്മുടെ ഭരണഘടന അനുസരണമായിട്ടുള്ള കാര്യം, നമ്മളതൊന്ന് സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഇതല്ലേ അതിൻ്റെ ഒരു നേതാവിന് വേണ്ട ഗുണം? ഇതാ നരേന്ദ്രമോദി, അദ്ദേഹം എത്ര മണിക്കൂറാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ? എവിടെയെങ്കിലും ഒരു പരാതി പറഞ്ഞു എന്നെ ഇങ്ങനെ അനാവശ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്? പക്ഷേ രാഹുൽ ഗാന്ധിയെ പറ്റി എന്തെങ്കിലും ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ, നിയമപരമായിട്ട് നടപടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ചെയ്യാനുള്ള ഫാഷിസ്റ്റ് ശ്രമമാണെന്ന് പറഞ്ഞ് എത്ര പേരാ പത്രസമ്മേളനം നടന്നത്. ഇപ്പോൾ നോക്കൂ, ഇലോൺ മസ്കുമായിട്ടൊരു കരാർ ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അമേരിക്ക അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗപ്പെടുത്തുന്നു. ഇന്ത്യക്ക് അത് ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് പുരോഗതിക്കും. ഉടനെ അതിനെ ഒരു കോൺട്രവേഴ്സി ആക്കിയിട്ട് മാറ്റിയിട്ട് ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയെ എങ്ങനെ പിന്നോട്ടാക്കാം എന്നുള്ള ഒരു ഗൂഢ ഫോക്കസായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കരുണാനിധി, രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, ഇവരെല്ലാം ചേർന്ന ഫോക്കസ്. അവരുടെ നേതാവെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയല്ല, തുഷാർ ഗാന്ധിയാണ്. ഇത് ചുമ്മാ ഇല്ലാത്ത കഥകൾ, ഭരണഘടനയെ ലംഘിക്കുന്നു, മതേതരത്വം ലംഘിക്കുന്നു, ഇവിടെ എന്താ ഫാഷിസം, എവിടെയാണ് കൊണ്ടുവരുന്നത്? നമ്മൾ കാണുന്നില്ല പ്രകടമായിട്ട്. എവിടെയെങ്കിലും അടിയന്തരാവസ്ഥ പോലെ ഒന്നും വന്നിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടു. നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് മണിപ്പൂർ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് എന്ന് പറയാം. ആ രീതിയിൽ പോകുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ കോൺട്രവേഴ്സികളിലേക്ക് എടുത്തു ചാടാതെ പോകുന്ന നേതാവിനെയാണ് വേണ്ടത്.